നമസ്കാരം. നിങ്ങളുടെ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണോ എങ്കിൽ അത് സൂപ്പറാക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. ഇനി മുതൽ നിങ്ങളുടെ മക്കൾ ഞാൻ ഈ പറയുന്ന പോലെ പെന്നോ പെൻസിലോ പിടിച്ച് എഴുതുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മക്കളുടെ ഹാൻഡ് റൈറ്റിംഗ് സൂപ്പറായിരിക്കും. ഇവിടെ ചെയ്യേണ്ടത്, പലപ്പോഴും കുട്ടികൾക്ക് അവർ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമാവാനുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് അവർ പെൻസിലും പെന്നും ശരിയായ രീതിയിൽ പിടിക്കാത്തതുകൊണ്ടാണ്. പലപ്പോഴും പ്രോബ്ലംസ് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പെൻസിലാണെങ്കിൽ ഇത്രയും താത്തിയായിരിക്കും പിടിക്കുക, ദെൻ പെന്നും ആണെങ്കിൽ ഇതുപോലെ തന്നെ താത്തിയായിരിക്കും പിടിക്കുക. ഈ പറയുന്ന പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ആണ് ഇനി ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ തന്നെ ഇനി എല്ലാ ദിവസവും മക്കളെ കൊണ്ട് എഴുതിപ്പിക്കുവാനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട്, ഒരു ഗ്രിപ്പർ പെന്നുണ്ട്. ഈ ഗ്രിപ്പർ പെന്നിൽ കണ്ടില്ലേ, നമ്മൾ റബ്ബറിൻ്റെ ഒരു ഗ്രിപ്പർ നമ്മൾ ഓൾറെഡി ഇവിടെ ഇൻബിൽട്ടായിട്ട് ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, 4ാം ക്ലാസ് മുതലേക്കാണ് മിക്കവാറും പെൻ സ്കൂളുകൾ വരുന്നത്. അതുവരെ നമ്മൾ പെൻസിലാണ്. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഇനി മുതൽ പെൻസിൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രിപ്പർ പെന്നിൻ്റെ ഗ്രിപ്പർ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഈ പെൻസിൽ ഇടണം. അങ്ങനെ വിടുമ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കണം. ഈ നമ്മൾ ഷാർപ്പൻ ചെയ്തിട്ട് അതിൻ്റെ ഇവിടെ നിങ്ങടെ ഗ്രിപ്പ് ഇടാനായിട്ട് ശ്രമിക്കുക. എന്നിട്ടിപ്പോൾ ഈ പെന്നിന് എന്തിനാണ് ഗ്രിപ്പ് തന്നിട്ടുള്ളത്, നമുക്കവിടെ ഹോൾഡ് ചെയ്യാനാണ്. ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇനി മുതൽ എഴുതാനായിട്ട് ശ്രമിക്കണം. പെന്ന് ഉപയോഗിച്ച് എഴുതുന്ന കുട്ടികൾ ഈ ഗ്രിപ്പർ പെന്ന് പോലുള്ള പെന്നുകൾ വാങ്ങുക. വേറെ ഒരു പെന്നും കുട്ടികൾക്ക് നിങ്ങളിപ്പോൾ ദയവ് ചെയ്ത് കൊടുക്കരുത്. ഹാൻഡ് റൈറ്റിംഗ് മോശമായ കുട്ടികൾക്ക് ഗ്രിപ്പർ പെന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കുട്ടികൾ ഏത് പെന്നുകൊണ്ട് എഴുതിയാലും സൂപ്പറായിരിക്കും ചെയ്യും. ഗ്രിപ്പർ പെന്നിൽ ഗ്രിപ്പ് പിടിച്ചിട്ട് പ്രോപ്പറായിട്ട് ഇത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി പെൻസിലാണെങ്കിൽ ഈ ഗ്രിപ്പർ നിങ്ങൾ റിമൂവ് ചെയ്ത് പെൻസിലിൻ്റെ ഇവിടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഏകദേശം ഇത്രയും ഗ്രിപ്പിൻ്റെ നടുക്കിൽ പിടിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് നേരം റൈറ്റിംഗ് പ്രാക്ടീസും ഒപ്പം സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാനും കുട്ടികളോട് പറയണം. ഈ മാർഗം ഉപയോഗിച്ച് നമുക്ക് നിങ്ങളുടെ മക്കളുടെയൊക്കെ എല്ലാം ഹാൻഡ് റൈറ്റിംഗ് സൂപ്പറാക്കാനായിട്ട് കഴിയുന്നതാണ്. താങ്ക് യു.